ഹായ് ഹലോ നമ്മൾ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ചിൽ നമ്മൾ കാണിക്കുന്നത് ഇന്ന് ഈ ഒരു ഡ്രസ്സാണ്. ഇത് ഒരു കുഞ്ഞൊരു കട്ട് പീസും കൊണ്ട് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ബാലൻസ് വരുന്ന കട്ട് പീസുകളൊക്കെ ഇതുപോലെ ഓരോ മക്കൾക്കൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഇതൊരു 3 വയസ്സായ കുട്ടികളുടെ മെഷർമെൻറ്റിലാണ് അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത്. നമ്മളിതുപോലെ പിന്നെ ഇൻഡു ഭാഗത്തും അതുപോലെ തന്നെ നെക്കിലും ഫ്രണ്ടിലും ബാക്കിലും നമ്മൾ ലേസൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവ് ഫുൾ സ്ലീവാണ്. ഫുൾ സ്ലീവ് ഞാൻ ലേസ് കൊടുത്തിട്ടില്ല കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലേക്ക് നമുക്ക് ആ ഒരു മെറ്റീരിയലിൻ്റെ വർക്കുള്ള ഒരു ഭാഗം ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്കും സ്ലീവിനൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ 4 ആക്കിയിട്ട് ക്ലോത്ത് ഫോൾഡ് ചെയ്തിടാം കേട്ടോ. അതിന് ശേഷം ഷോൾഡർ വന്നിട്ട് നമ്മളൊരു 4.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ താഴേക്കും 4.5 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആം റൗണ്ട് വരച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ ചെസ്റ്റ് വേസ്റ്റ് ഹിപ്പ് എല്ലാം ഒരേ അളവ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അത് ഒരു വൺ സൈഡ് വരുന്നത് 5.5 ആണ്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലെങ്ത്ത് വന്നിട്ട് ഞാനൊരു 20 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ലൈനിൽ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ടില്ല, ആ ലൈനിൽ കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് സിമ്പിളാണ് കേട്ടോ. ഇപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്യാമല്ലോ കേട്ടോ. അതിൻ്റെ ശേഷം നമുക്ക് സ്ലിറ്റ് ലെങ്ത്ത് വന്നിട്ട് ഒരു 12 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു നോച്ചും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമുക്കിനി സ്ലീവ് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ആം റൗണ്ടിൻ്റെ അളവ് വേണം. അപ്പോൾ എനിക്കിവിടെ ഒരു 7 ഇഞ്ചാണ് കേട്ടോ ആം റൗണ്ടിൻ്റെ അളവ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യട്ടെ. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ക്ലോത്ത് രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കട്ട് പീസായ കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലത്തെ പീസുകളുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊന്നാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 പീസ് ഞാൻ ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് ഫസ്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ലെങ്ത്ത് എനിക്ക് വേണ്ടത് ഇവിടെ 13.5 ഇഞ്ചാണ് കേട്ടോ. ഞാൻ തയ്യൽ തുമ്പ് അടക്കമാണ് ഞാൻ 13.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. അതിൻ്റെ ശേഷം നമുക്ക് സ്ലീവ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സ്ലീവ് റൗണ്ട് വന്നിട്ട് ഞാൻ കുറച്ച് ലൂസിലുള്ള സ്ലീവാണ് എടുത്തിട്ടുള്ളത്. ഞാനൊരു 4.5 ആ ഒരു ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം കുറച്ച് ലൂസിലുള്ള സ്ലീവാണ്. സ്ലീവിൻ്റെ ശേഷമുള്ള ആ റൗണ്ടിൻ്റെ ഭാഗത്തേക്കുള്ള ആ ഒരു മെഷർമെൻറ്റും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ശേഷം താഴേക്ക് ഒരു 1.5 ഇഞ്ച് താഴത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്ലീവിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് നമുക്ക് സ്ട്രേറ്റ് ലൈൻ കൊടുക്കാം കേട്ടോ. സ്ലീവിൻ്റെ ഷേപ്പ് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്ത് കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഇതിലേക്കുള്ള നെക്ക് കട്ട് ചെയ്യാം കേട്ടോ. നെക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാനിതുപോലെ ഒരു ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് അതിന് വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ 2 നെക്കും ഒരേപോലെ തന്നെ കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വിഡ്ത്ത് വന്നിട്ട് എനിക്ക് 2 ഇഞ്ചാണ്. ഇപ്പോൾ തയ്യൽ തുമ്പ് എക്സ്ട്രാ ഞാൻ കൊടുക്കുന്നില്ല, 2 ഇഞ്ച് തന്നെയാണ് കേട്ടോ. അതിന് ശേഷം ലെങ്ത്ത് വന്നിട്ട് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3.25 കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചതുര നെക്കാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ വരച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിത് കറക്റ്റായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് ഫുൾ പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റണില്ല കേട്ടോ. ഇവിടെ ഞാൻ ചെറിയൊരു പീസ് വെച്ചിട്ടാണ് എപ്പോഴും നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരേപോലെ വരുന്ന രീതിയിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ടോപ്പിൻ്റെ നല്ല വശം എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാനൊരു വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ നല്ല വശത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 2 പോയിൻറ്റും ഒരേപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് സ്ക്വയർ ഇതേപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇത് കോട്ടൺ ആയ കാരണം കൊണ്ട് പിൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം എക്സ്ട്രാ പീസസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ശേഷം കുഞ്ഞു കുഞ്ഞു കട്ടയിലിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടയിലിട്ട് കൊടുക്കുക. ഇതുപോലെ മറിച്ചെടുക്കുക. പതിച്ചൊരു സ്റ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിന് മുകളിൽ കൂടെ പതിച്ചൊരു ഈ രീതിക്ക് സ്റ്റിച്ച് കൊടുക്കേണ്ട. അതിപ്പോൾ നമ്മൾ ചെയ്യണില്ല. 2 സൈഡും കൂടി ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യണുള്ളൂ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇതുപോലെ ഒരു ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലേസ് ഞാൻ ഇതുപോലെ ഹൈഡ് ചെയ്തിട്ട് നല്ല സിമ്പിളായ രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ അറ്റാച്ച് ചെയ്ത് അത് ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കൂടെ പതിച്ചൊരു സ്റ്റിച്ചും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഷോൾഡറും വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ മടക്കി കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുക. ഇതുപോലെ ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ഈ ലൈനിങ് ക്ലോത്ത് തരാണ്ടാണ് ഇപ്പം നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരിക്കുന്നത്. അതിന് ശേഷം ഈ ലൈനിങ് ക്ലോത്തിന് ഇതിൻ്റെ മുകൾക്ക് ഇതുപോലെ മറിച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റിച്ച് കൊടുക്കുക. കാണില്ല, നമ്മൾ ഷോൾഡർ കൂടെ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇല്ലെങ്കിലും ആ ഒരു നീറ്റ്നെസ്സോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിന് ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. പിന്നെ നമുക്ക് ഈ ലൈനിങ് ക്ലോത്ത് ഒരു ചെറിയൊരു പീസ് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം അപ്പം നമുക്കത് ഇവിടെ ഈ സ്ലീവിൻ്റെ ഈ ഒരു ഭാഗത്ത് ആംഹോളിൻ്റെ ഭാഗത്തൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം കേട്ടോ. ഷോൾഡർ നമ്മൾ ഈ ഒരു സൈഡും ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ സ്ലീവ് ഫുൾ സ്ലീവാണ് അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നമ്മൾ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ സെൻറ്റർ ഭാഗത്ത് വെച്ച് കൊടുക്കുന്ന നോച്ചിട്ട ഭാഗം നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ ഭാഗം ഒരേപോലെ വെച്ചിട്ട് നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ രണ്ട് സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് സൈഡ് ഭാഗം ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ജോയിൻ ചെയ്യേണ്ട, കുറച്ച് ഭാഗം വരെ ജോയിൻ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്കതൊക്കെ മാർക്ക് ചെയ്യേണ്ട, അതുപോലെ സ്ലിറ്റ് അടിക്കേണ്ട, അപ്പോൾ അതിൻ്റെയൊക്കെ നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് സ്ലീവിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഭാഗം വരെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ നമ്മൾ സ്ലിറ്റിൻ്റെ അളവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് മുകൾക്ക് വരെ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്തെടുക്കാം കേട്ടോ. ആയിട്ട് ഷേപ്പ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ അളവുകളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്ലിറ്റ് ലെങ്ത്ത് കൊടുത്തേക്കുന്നത് നമ്മളൊരു 12 ഷോൾഡർ ടു സ്ലിറ്റിൻ്റെ അവിടെ വരെയുള്ള ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ഇഞ്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മളൊരു 1.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ കൊടുത്തിട്ടാണ് ലോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ ഇതുപോലെ കറക്റ്റ് മെഷർമെൻറ്റും കഴിഞ്ഞ് ഞാൻ ഇത് കുറച്ച് ലൂസിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശേഷം ഞാൻ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇവിടുന്ന് ഞാനൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് താഴെ ഭാഗത്ത് ഇതുപോലെ സ്ലിറ്റ് അടിക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കിനി ഫോൾഡ് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഇതുപോലെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതുപോലെ ചരിച്ച് കൊടുക്കുക. സൈഡ് സ്ലിറ്റ് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് തന്നെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഷേപ്പ് ചെയ്തിട്ട് സ്ലിറ്റിൻ്റെ ഒരു ഭാഗം ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എൻഡ് ഭാഗം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യും കൂടി ചെയ്യാം കേട്ടോ. കുറച്ച് വീതിക്കാണ് കേട്ടോ അപ്പോൾ ഫോൾഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ റെഡ് കളർ ആ ഒരു സംഭവം വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഈ രീതിക്കാണ് കേട്ടോ, വരുന്ന രീതിയിലാണ് ഇപ്പോൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഈ രീതിക്കാണ് ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം എൻ്റെ ഭാഗത്ത് ഞാൻ ഇതുപോലെ ലേസും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ രീതിക്കാണ് കേട്ടോ ലേസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ലേസ് താഴെ ഭാഗത്ത് കാണുന്ന രീതിയിൽ ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ ലേസ് കൊടുക്കുന്നത്.
ഇതാണ് കേട്ടോ നമ്മൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മളൊരു കുഞ്ഞൊരു കട്ട് പീസ് നിന്നാണ് കേട്ടോ ഇത്ര നല്ലൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട്. അപ്പോൾ നമുക്കിത് കുട്ടികൾക്ക് ജീൻസിൻ്റെ കൂടെയും ലെഗിൻസിൻ്റെ കൂടെ ഒക്കെ നമുക്ക് വെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് കാണാതെ ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.